കേരളം പ്രമേഹത്തിന്റെ തലസ്ഥാനമാണ്. 10 വർഷമായി പ്രമേഹം ബാധിച്ചവരിൽ 50% ആളുകളെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളതായി കണക്കുകൾ കാണിക്കുന്നു. നമസ്കാരം, ഞാൻ മീര സുധാകരൻ, സീതാറാം ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൺസൾട്ടിംഗ് ഫിസിഷ്യനായി ജോലി ചെയ്തു വരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ശ്രീജിത്ത് മൂക്കടിക്കാട്ട്. അദ്ദേഹം എൻ്റെ കൊളീഗുമാണ്, ഹോസ്പിറ്റലിൽ നേത്രരോഗ വിഭാഗം മേധാവിയുമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി കേട്ടാൽ വളരെ ഗാംഭീര്യം തോന്നുന്ന ഒരു പേരൊക്കെയാണ്. നമുക്ക് ഈ അസുഖം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം കണ്ണിന്റെ ബേസിക് ഘടനയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. സാർ ഒന്ന് ഞങ്ങൾക്കൊന്ന് ബേസിക് ആയിട്ട് എന്താണ് ഈ കണ്ണ്? കണ്ണുകൾക്ക് സാധാരണ 3 ലെയറുകളും 2 അറകളുമാണ് ഉള്ളത്. ഈ 3 ലെയറുകളിൽ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറയാം. ഇതിന് ഏറ്റവും പുറമേയുള്ള ലെയറാണ് ഫൈബ്രസ് കോട്ട്. ഇത് കണ്ണുകൾക്ക് അതിൻ്റെ ഘടനയും അതുപോലെ തന്നെ ഇതിന് ഈ നേത്രഗോളത്തിനകത്തുള്ള കണ്ടൻസിന് പ്രൊട്ടക്ഷനും കൊടുക്കുന്ന ലെയറാണ്. സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഫൈബ്രസ് അതെ ലെയറാണ്. ഇതിൽ സ്ക്ലീറ, കോർണിയ അങ്ങനെ 2 ഭാഗങ്ങളാണ് ഈ ഫൈബ്രസ് കോട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഈ കോർണിയാണ് നമ്മൾ ഈ കറുത്ത നിറത്തിൽ മുന്നിൽ കാണുന്ന അല്ല, കോർണിയ ട്രാൻസ്പെറൻ്റ് ആണ്. അതിന് പിറകിലുള്ള ഐറിസ് ആണ് നമുക്ക് കറുത്ത നിറത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ലെയറാണ് വാസ്കുലാർ കോട്ട്. ഈ ലെയറാണ് കണ്ണുകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ന്യൂട്രീഷൻ നൽകുന്നത്. ഇതിൽ കൊറോയിഡ്, ഐറിസ്, സീലിയറി ബോഡി ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ രണ്ടാമത്തെ ലെയറിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. നമ്മുടെ കണ്ണിലേക്ക് എത്രത്തോളം വെളിച്ചം പോകണു വരണു എന്നൊക്കെയുള്ളത് അത് നിയന്ത്രിക്കുന്നത് ഈ ലെയറിൽ പെട്ട ഐറിസ് ആണ്. പ്രകാശം കൂടുതൽ വരുമ്പോൾ അത് ചുരുങ്ങിയിട്ട് ആ പ്രകാശത്തിനെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ രണ്ടാമത്തെ ലെയറിൽ ഉൾപ്പെട്ട ഐറിസ് ആണ്. മൂന്നാമത്തെ ലെയറാണ് നെർവസ് ലെയർ. ഈ ലെയറാണ് കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ലെയറാണ്. ഈ ലെയറിലെ ചെറിയ രക്തക്കൊഴലുകളെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്. ബേസിക്കലി നമ്മളിപ്പോ ഒരു വിഷ്വൽ ഇത് കാണുമ്പോൾ വെളിച്ചം വന്ന് പതിക്കുന്നത് ഈ റെറ്റിനയിലാണ്. അപ്പൊ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതും ഒപ്റ്റിക് നെർവ് വഴി നമ്മളത് പ്രോസസ് ചെയ്തെടുക്കുന്നതുമെല്ലാം ഈ റെറ്റിനയിലാണ്. അപ്പൊ ഈ റെറ്റിനയിലാണ് ഈ റെറ്റിനോപ്പതി വന്ന് ബാധിക്കുന്നത്. അതെ, ഈ റെറ്റിനയിലെ രക്തക്കൊഴലുകളെയാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്. കണ്ണിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം റെറ്റിന തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ? അപ്പോൾ നമ്മൾ പലതും ഡയബറ്റീസിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നെഫ്രോപ്പതി, ഡെർമോപ്പതി അങ്ങനെ കേൾക്കണം. അപ്പോൾ റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ എന്താണെന്ന്? അതായത് നമ്മൾക്കിപ്പോൾ ഈ പ്രമേഹം ബാധിച്ച് ദീർഘകാലം നിയന്ത്രണ വിധേയമല്ലാതെ ഇരിക്കുന്നവരിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നത്. അത് ഈ റെറ്റിനയിലെ തന്നെ ചെറിയ രക്തക്കൊഴലുകൾക്ക് കേട് ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കുന്നതോടുകൂടി റെറ്റിനയിലെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുകയും അതുപോലെ തന്നെ ഓക്സിജനേഷനും കുറയും. ഇത് കുറയുന്നതിന്റെ ഭാഗമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ ഈ റെറ്റിനയിൽ തന്നെ മാക്യുല എന്ന് പറഞ്ഞ കുറച്ചും കൂടി വിഷന് പ്രാധാന്യമുള്ള ഭാഗം. റെറ്റിനയുടെ കാഴ്ച കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് മാക്കുല. ഈ ഭാഗത്തെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. കാഴ്ചനെ പെട്ടെന്ന് ബാധിക്കും, നമ്മൾ അറിയും. പക്ഷെ അവിടെ ബാധിക്കാതെ പെരിഫറിയിൽ ബാധിച്ചാൽ നമ്മൾ അറിയില്ല. അതെ, മറ്റു ഭാഗങ്ങളിലാണ് ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാഴ്ചനെ ബാധിക്കണമെന്നില്ല. പക്ഷേ ആ റെറ്റിനോപ്പതി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ലക്ഷണത്തിനോട് കൂടിയിട്ട് പേഷ്യൻ്റ് തിരിച്ചറിയുന്നത്. പക്ഷെ നമ്മൾ അതിന് മുൻപ് തന്നെ റെറ്റിനൽ എക്സാമിനേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് രോഗം നേരത്തെ തിരിച്ചറിയാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും ചികിത്സിച്ച് മാറ്റാനും കഴിയും. ആ ഒരു നേരത്തെ അറിയണതാണ് തോന്നുന്നു ആയുർവേദ ചികിത്സയെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഡയബറ്റിക് റെറ്റിനോപ്പതി ആ അവസ്ഥയിൽ നമ്മളത് ആദ്യം തന്നെ ലക്ഷണങ്ങൾ കാണുന്നതിന് മുൻപായാലും നമ്മളത് തിരിച്ചറിയണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഉള്ളൊരു ഇന്റർവെൻഷൻ നമുക്കിത് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും, നടന്നതിന്റെ പ്രോഗ്രസ് നിർത്താനും സഹായിക്കും. അതെ, അതിന് വളരെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രമേഹം ബാധിച്ചിട്ട് ഒരു 8 വർഷമായിട്ടുള്ള ആളുകളിൽ തന്നെ ചിലപ്പോൾ റെറ്റിനോപ്പതിക് ചേഞ്ചസ് കാണാം. പക്ഷേ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ഈ അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രമേഹ നിയന്ത്രണം, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതുപോലെ ചെറിയ ആയുർവേദ ചികിത്സകൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാഴ്ചയെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാനും അടുത്ത സ്റ്റേജിൽ പോവാതെ നിലനിർത്താനും സാധിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഏകദേശം ഒരു 50% ആളുകളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹം ബാധിച്ചിട്ട് ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ 70% ആളുകളെയും, 30 വർഷത്തിന് ശേഷം 90% ആളുകളെയും ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ച് കാണുന്നുണ്ട്. പലരും അത് വളരെ വേഴ്സ് ആയതിനു ശേഷം അറിയുന്നുള്ളൂ. നമുക്ക് ഇന്റർവെൻഷനുള്ള സ്പേസ് കുറയാണ്. അതെ, ആ സമയത്ത് നമുക്ക് ചികിത്സയ്ക്ക് എന്തായാലും കുറച്ച് പരിമിതികളുണ്ട്. സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒ പിയിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ ചിലപ്പോൾ 5-6 വർഷം ആയിട്ടുണ്ടാവുള്ളൂ ഡയബറ്റീസ് ആയിട്ട്, എന്നാൽ പോലും റെറ്റിനൽ എക്സാമിനേഷൻ ചെയ്യാൻ സാർ പറയാറുണ്ട്. അതെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രോഗി ഈ പ്രമേഹം തുടങ്ങിയ സമയം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു പ്രീ ഡയബറ്റിക് ആയിരിക്കും. ചിലപ്പോൾ പ്രമേഹം തുടങ്ങിയിട്ട് 1, 2, 3 വർഷം കഴിഞ്ഞിട്ടാവും
പേഷ്യൻ്റ് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് 5 വർഷം കഴിഞ്ഞിട്ട് ആയിട്ടുണ്ട് പ്രമേഹം വന്നിട്ട് കണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തിനോട് ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ കണ്ണിൽ മരുന്നൊറ്റിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിന പരിശോധിക്കുന്ന രീതി ചെയ്യാൻ പറയാറുണ്ട്. ഇങ്ങനെ നോക്കുന്നവരിൽ ചില ആളുകളിൽ റെറ്റിനോപ്പതിക് ചേഞ്ചസ് കാണാറുണ്ട്. കാഴ്ചയെ അത് ബാധിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുവരാറുണ്ട്. അപ്പൊ ചെയ്യുന്ന ഇന്റർവെൻഷൻ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടും അതിനെ റിവേഴ്സ് ചെയ്യാനും സഹായിക്കാറുണ്ട്. അതെ, അതിന് പ്രൊട്ടക്ട് ചെയ്യാനും ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്നതിലൂടെ അടുത്ത സ്റ്റേജിലേക്ക് പോവാതെ നിർത്താനും കണ്ണിലേക്ക് ചെയ്യുന്ന ചെറിയ ചികിത്സാക്രമങ്ങളിലൂടെ കാഴ്ചയെ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും സഹായിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതി നമ്മളിപ്പോൾ എന്താന്ന് മനസ്സിലാക്കി. ഇനി ഇതിന്റെ സ്റ്റേജസ് എന്തായിരിക്കും, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോഗ്രഷൻ വരുന്നത്, ഒന്ന് സാർ സിമ്പിളായി പറയാൻ പറ്റും? ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് പല സ്റ്റേജുകളുണ്ട്. അത് ഈ രോഗത്തിന്റെ തീവ്രതയ്ക്കും അതുപോലെ തന്നെ റെറ്റിനയിൽ വരുന്ന കേടുകളുടെ സ്റ്റേജിനും അനുസരിച്ചിട്ടാണ് ഈ സ്റ്റേജസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നോൺ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, രണ്ടാമത്തെ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസസ് പറഞ്ഞ ഒരു സ്റ്റേജ് കൂടിയുണ്ട്. അത് ഈ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി വേണ്ട രീതിയിൽ ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വരെ അത് എത്താവുന്നതാണ്. അതെ. അപ്പൊ ഇതിലൊരു നമ്മളിപ്പോ പറഞ്ഞ ടേംസ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ പ്രോലിഫറേഷൻ ബേസിക്കലി എന്തോന്ന് കാഴ്ച പുതുതായി ഉണ്ടാവണം, വലുതാവണം. അപ്പൊ എന്താണ് സംഭവം? നമ്മുടെ റെറ്റിനയില് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഉള്ള രക്തക്കുഴലുകൾ ബാധിക്കുമ്പോൾ കട്ടി കുറഞ്ഞതും അതുപോലെ ക്വാളിറ്റി കുറഞ്ഞതുമായ രക്തക്കുഴലുകൾ ശരീരം ഉണ്ടാക്കുന്നു. അത് റെറ്റിനയിൽ നിറയുമ്പോൾ കാഴ്ചയെ അത് ബാധിക്കുന്നു. അത് ആദ്യത്തെ സ്റ്റേജിൽ നോൺ പ്രോലിഫറേറ്റീവ് ആണ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ പ്രോലിഫറേറ്റീവ് വരുന്നു. അപ്പോൾ നല്ലോണം അത് ഉണ്ടാവുന്നു. അവിടെയും നമ്മൾ കെയർ ചെയ്യാണ്ട് പോകുമ്പോൾ അതൊരു അഡ്വാൻസ്ഡ് ഐ ഡിസീസ് എന്ന സംഭവത്തിലേക്ക് പോകണം. അതെ, ഈ അഡ്വാൻസ്ഡ് ഐ ഡിസീസസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ബാൻഡ് പോലെ ഫോം ചെയ്ത് പെട്ടെന്ന് റെറ്റിനെ വലിച്ച് അടർത്തി കളഞ്ഞ് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ വേറൊരു അവസ്ഥയാണ് ന്യൂ വാസ്കുലാർ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ പുതിയ ആർട്ടറികൾ ഉണ്ടാകുമ്പോൾ കണ്ണിന്റെ കുറച്ച് മുൻഭാഗത്തേക്ക് കൂടി വളർന്നു വന്നിട്ട് ഈ കണ്ണിൽ നിന്ന് ദ്രാവകം പുറമേക്ക് ഒഴുകി പോകുന്നുണ്ട് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട്. അതാണ് നമ്മളെ കണ്ണുകൾക്കുള്ളിലെ പ്രഷർ നിയന്ത്രിച്ചു നിർത്തുന്നത്. ഈ പുതുതായിട്ട് ഉണ്ടാകുന്ന അബ്നോർമൽ ആർട്ടറികൾ പുറമേക്ക് ദ്രാവം വാർന്നു പോകുന്ന സ്റ്റേജുകളിലെല്ലാം അടച്ച് ഇതിലെ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. ഇതും കാഴ്ചയെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ. അതൊന്ന് പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള സ്റ്റേജുകളിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന കണ്ണിന്റെ ബാക്കി വേദന, ചോപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ അറസ്റ്റ് ചെയ്ത് നിർത്താനേ കഴിയുള്ളൂ. പിന്നെ കാഴ്ച വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സ്റ്റേജ് എത്തുമ്പോൾ ഏതൊരു സിസ്റ്റത്തിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ നോൺ പ്രോലിഫറേറ്റീവ് എന്നുള്ള സ്റ്റേജിൽ നമ്മുടെ കൈ കിട്ടിയാൽ നമുക്കത് സുഖമായിട്ട് ചികിത്സിക്കാം. അതെ, നോൺ പ്രോലിഫറേറ്റീവ് റെറ്റിനയിൽ ഒരു എഡിമ മാത്രം തുടങ്ങിയിട്ടുള്ളൂ. അതെ, അവിടെ അപ്പോൾ ഈ ഒരു അവിടെ വരുന്ന രക്തക്കുഴലുകളിൽ ഒരു അന്യൂറിസം പോലെ അല്ലെങ്കിൽ ഒരു വീർമത പോലെ ഉണ്ടാവും. അല്ലേ? പക്ഷേ നോൺ പ്രോലിഫറേറ്റീവിൽ മാത്രമല്ല, ഈ പ്രോലിഫറേറ്റീവ് സ്റ്റേജിലും നമുക്ക് ചികിത്സിക്കാനും കാഴ്ച ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. പക്ഷെ ആദ്യം തന്നെ തിരിച്ചറിയുന്നതാണ് വളരെ നല്ലത്. ചികിത്സ എളുപ്പമാക്കണം. ശരി. അപ്പോൾ ഇതിന് സാറിന്റെ ഒ പിയിൽ വരുമ്പോൾ കൂടുതലും കാണുന്ന ലക്ഷണങ്ങൾ എന്താ? പേഷ്യന്റ് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഒ പിയിൽ വരുന്നത്? ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ ചില പേഷ്യൻസ് വരുമ്പോൾ നമ്മളായിട്ട് പറയും പ്രമേഹം ഇത്ര കാലമായിട്ടുണ്ടാവും, ഒരു ലക്ഷണങ്ങൾ വേറെ ആയിട്ടാവും വരുന്നുണ്ടാവുക. ചിലപ്പോൾ കണ്ണിനൊരു ചൊറിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടാവും വരിക. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ പറയും ഒരു 6 വർഷമായിട്ടുണ്ട് അല്ലെങ്കിൽ 7 വർഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരോട് പറയും നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ വന്ന ഉടനെ പറയണം നമുക്കൊരു ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ കണ്ണിൽ മരുന്ന് ഒറ്റിച്ച് വികസിപ്പിച്ച് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാനുള്ളൊരു ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വരുന്ന ആളുകളിൽ നോക്കുമ്പോൾ പല ആളുകളിലും റെറ്റിനോപ്പതിക് ചേഞ്ചസ് കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജാണ്, പക്ഷേ ലക്ഷണങ്ങൾ കാണിക്കണം എന്നില്ല. സാധാരണ ലക്ഷണം പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതിൽ സാധാരണ കാണിക്കുക കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ ഉള്ള പോലെ എന്ന് പറയും. അത് കണ്ണിൽ മെഴുക്ക് പുരണ്ട പോലെ, എണ്ണ കണ്ണിലായ പോലെ എന്നൊക്കെ ലക്ഷണങ്ങളാണ് പറയുക. അത് ഡയബറ്റീസ് രോഗികൾ ഒരുപാട് പറഞ്ഞു കേൾക്കാം, കണ്ണിൽ എണ്ണമയം തോന്നുന്നു. അതെ, നമ്മളുടെ ടെക്സ്റ്റുകളിലും അത് ഉപലേപത്തൊക്കെ പറയുന്ന പ്രമേഹത്തിന്റെ കണ്ടീഷനുകളിൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ ബുക്കുകളിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് കാണിക്കുന്നത് കണ്ണിൽ കറുത്ത പുള്ളികൾ പെട്ടെന്ന് നിറയുന്ന പോലെ തോന്നുക, അതുപോലെ പ്രാണികൾ പാറി നടക്കുന്ന പോലെ തോന്നുക. ഫ്ലോട്ടേഴ്സ് പല ഇത് അല്ലാത്ത പല നേത്രരോഗങ്ങളിലും വരും. പക്ഷേ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലും അത് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ മുടിനാര് തൂങ്ങി നിൽക്കുന്ന പോലെ ഈ സിംറ്റം മാത്രം പറഞ്ഞു വരുന്ന കുറേ ആളുകളുണ്ട്. അത് ഈ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലൂയിഡോ
ഒക്കെ വാർന്നു വരുമ്പോൾ കാണുന്ന ലക്ഷണമാണ്. ഉം. മുടിനാര് തൂങ്ങി നിൽക്കുന്ന പോലെ എന്ന് പറയും. ഉം. ചിലവർ പറയും രക്തം പടർന്നു നിൽക്കുന്ന പോലെ എന്ന് ഉം. പറഞ്ഞിട്ട് വേഗം വരും. അത് അധികം 2-3 ദിവസമാണ് ആ ലക്ഷണങ്ങളൊക്കെ ഉം. നിൽക്കുള്ളൂ. ഉം. 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 പിന്നെ ചിലവരിൽ കാണിക്കുക സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ കാണിക്കും. ഓക്കെ. പെട്ടെന്ന് തന്നെ കാഴ്ച വേദന ഇല്ലാതെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇതാണ് പലപ്പോഴും ഈ നോൺ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജ് തിരിച്ചറിയാതെ അടുത്ത സ്റ്റേജായ പ്രോലിഫറേഷനിൽ വന്ന് പുതിയ ആർട്ടറികൾ പൊട്ടി ഈ റെറ്റിനയിൽ നിന്നുള്ള രക്തം പെട്ടെന്ന് മുന്നിലുള്ള ഈ വിട്രിയസ് ഫ്ലൂയിഡ് പറഞ്ഞ ജെല്ലി പോലുള്ള പടരുന്നൊരവസ്ഥ, കാഴ്ച മൊത്തമായിട്ടും പെട്ടെന്ന് കാഴ്ച കുറയും. ഈ അവസ്ഥയിൽ നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ഉണ്ട്. ചിലപ്പോൾ 3 ആഴ്ചകൾ കൊണ്ട് തന്നെ കാഴ്ച നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയാറുണ്ട്. നമ്മളുടെ സ്നെല്ലൻസ് ബോക്സിലെ ഫസ്റ്റ് ലെറ്റർ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വരും. അതെ, ഫസ്റ്റ് ലെറ്റർ വായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ണ് അടച്ചു നോക്കുമ്പോൾ വിരൽ എണ്ണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്. ഈ പ്രൊഫ്യൂസ് ബ്ലീഡിങ് വന്നിട്ട് ആ അവസ്ഥയിലൊക്കെ നമ്മളുടെ 3 ആഴ്ച ചികിത്സ കൊണ്ട് നല്ല രീതിയിൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കാറുണ്ട്. 70% കൂടുതൽ 90% വരെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അതിന് വേറെ കോസുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താനുള്ള രോഗനിർണയ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മളത് ഉറപ്പിക്കുക. അതായത് ബി സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കാനുകളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഡയലേറ്റ് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ അത്ര അധികം ബ്ലഡ് കണ്ണിന് ഉള്ളിൽ നിറഞ്ഞത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് വ്യൂ കിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ ബി സ്കാൻ പറഞ്ഞ സ്കാൻ കൂടി ചെയ്ത് നോക്കിയിട്ട് വെറും ബ്ലീഡിങ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ചികിത്സിക്കാനും നല്ല രീതിയിൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലഡിനെ അലിയിച്ച് കളയാനും സാധിക്കും. അപ്പോൾ രോഗി ഈ ലക്ഷണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഒ പിയിൽ വരുന്നു. അപ്പൊ സാർ ഒ പിയിൽ തന്നെ റിട്ടൺ എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആണ് നമ്മൾ ഇത് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിന് സാധാരണയായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ഫണ്ടോസ്കോപ്പി എന്ന് പറയും. അതായത് കണ്ണിൽ മരുന്ന് ഒറ്റിച്ച് ഡയലേറ്റ് ചെയ്ത്, അതായത് കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിന പരിശോധിക്കുന്ന രീതിയാണ് ഇത്. ഇതുവഴി നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്നും അതുപോലെ ഉണ്ടെങ്കിൽ അതിന്റെ ഘട്ടങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെ ഡയറക്റ്റ് ഓഫ് തൽമോസ്കോപ്പി, ഇൻഡയറക്റ്റ് ഓഫ് തൽമോസ്കോപ്പി, ഇങ്ങനെ 2 രീതികളുണ്ട്. ഈ 2 രീതികളും നമ്മൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സാർ ഈ ഫണ്ടസ് എന്ന് പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ അതിലാണ് നമുക്ക് ഈ രക്തക്കുഴലുകളിൽ കാണുന്ന ചേഞ്ചസ് ഏർലി സ്റ്റേജിൽ തന്നെ സാറിന് അത് തിരിച്ചറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ നീർക്കെട്ടുണ്ട്, അതുപോലെ തന്നെ ചിലത് പ്രോട്ടീൻ ലീക്ക് ആയത് യെല്ലോ കളറിൽ കാണുന്നു, ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നു, എക്സുഡേറ്റ്സ് കാണുന്നു. അതെല്ലാം നമുക്ക് ഈ ഫണ്ടോസ്കോപ്പി വഴി ഒ പി ലെവലിൽ തന്നെ സാറിന് അത് കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉള്ളത് OCT അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് വഴി നമുക്ക് കണ്ണിലുള്ള നീർക്കെട്ട് റെറ്റിനയിൽ നീർക്കെട്ട്, അതിന്റെ തോത്, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം നീർക്കെട്ടുണ്ട്? അതെ. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ഫണ്ടോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നീർക്കെട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. പക്ഷെ അത് കൃത്യമായിട്ട് ഏതൊക്കെ ലെയറുകളിലാണ്, എത്രത്തോളം ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കാൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ OCT. അതെ. അതുപോലെ തന്നെ പിന്നൊരു ടെസ്റ്റ് ഉള്ളതാണ് FFA, ഫണ്ടസ് ഫ്ലൂറസീൻ ആൻജിയോഗ്രാഫി എന്ന് പറയും. ഇത് റെറ്റിനയിൽ തന്നെ രക്തക്കൊഴലുകളിലുള്ള ലീക്കേജ്, ബ്ലോക്കേജ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഫണ്ടോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, പക്ഷേ ഏത് ആർട്ടറികൾ, അതുപോലെ മൈന്യൂട്ടായിട്ടുള്ള ആർട്ടറികളിൽ ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു സംശയം വരുന്ന അവസ്ഥയിൽ FFA ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ കൊണ്ട് ആൾക്കാർ വരുമ്പോൾ മോസ്റ്റ്ലി ബി സ്കാനിന് വിടാണ്. അല്ല, എല്ലാ കേസുകളിലും നമുക്ക് ബി സ്കാനിന് അയക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആയിട്ട് ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ മരുന്നൊറ്റിച്ച് വികസിപ്പിച്ച് ഫണ്ടസ് എക്സാമിൻ ചെയ്യും. അങ്ങനെ എക്സാമിൻ ചെയ്യാൻ ചില കേസുകളിൽ കഴിയില്ല. ഈ ബ്ലീഡിങ് നിറഞ്ഞത് കൊണ്ട് പിന്നിലുള്ള റെറ്റിനയിലേക്ക് വ്യൂ കിട്ടില്ല. ഈ അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ബി സ്കാനിന് റെഫർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിന് ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ട്, അപ്പോൾ അവർ മോസ്റ്റ്ലി സാറിന് തരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ 1 month വെയിറ്റ് ചെയ്യാം അല്ലേ? അതിന് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഒന്നുമില്ല, ബ്ലീഡിംഗ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെന്ന്. അപ്പോൾ ചില പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുന്നത് സഡൻ പെയിൻ ലോസ് ഓഫ് വിഷൻ ആയിട്ട് വരും. അപ്പം നമ്മൾ ഡയലേറ്റ് ചെയ്ത് തന്നെ നോക്കും. ഇതേപോലെ ഫണ്ടസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും വ്യൂ കിട്ടില്ല. അപ്പോൾ ബ്ലീഡിംഗ് മാത്രമേ കാണുന്നുള്ളൂ. അതുള്ളത് കൊണ്ട് ഈ റെറ്റിനയിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. റെറ്റിനയിൽ നിന്ന് പുറമുള്ള വിട്രിയസ് ഫ്ലൂയിഡിലേക്കാണല്ലോ ഈ രക്തം
നിറഞ്ഞു നിൽക്കുന്നത്. റെറ്റിനയുടെ ഏറ്റവും അടുത്തുള്ള വിട്രിയസ് ബോഡി എന്നുള്ള അതെ സംഭവത്തിൽ. അതെ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന കാരണം നമുക്ക് ഡയലേറ്റ് ചെയ്ത് നോക്കിയാലും ഈ റെറ്റിനയ്ക്ക് വല്ല പൊട്ടൽ വന്നിട്ടുണ്ടോ, കീറൽ വന്നിട്ടുണ്ടോ, റെറ്റിനൽ ശരി. ടിയർ ഉണ്ടോ, ശരി. അല്ലെങ്കിൽ ഇത് അടർന്നു പോന്നിട്ടുണ്ടോ പോന്നിട്ടുണ്ടോ? എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ ശരി. ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് കണ്ടീഷനാണ്. മാനേജ്മെന്റ് ആവശ്യം. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ശരി. സർജറി ഒക്കെ ചെയ്യേണ്ട കണ്ടീഷനാണ്. ഉം. അതുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണം. ഉം. ഇതില്ലാതെ വന്നിട്ടുള്ള പ്രൊഫ്യൂസ് ബ്ലീഡിങ് മാത്രമാണെങ്കിൽ ആയുർവേദ നേത്ര ചികിത്സ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതെ, നമ്മൾ അപ്പൊ കാണാറുണ്ടല്ലോ വിഷൻ ഇംപ്രൂവ് ചെയ്ത് വരുന്നത്. അതെ അതെ, ശരിയാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയമുള്ള അടുത്ത ഹോസ്പിറ്റലുകളിലേക്ക് ബി സ്കാൻ ചെയ്യാൻ സൗകര്യമുള്ളടത്തേക്ക്. പറഞ്ഞയക്കും. അവർ നോക്കിയതിന് ശേഷം ഇതിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, റെറ്റിന വെൽ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബി സ്കാൻ റിപ്പോർട്ടോടുകൂടി നമുക്ക് അയക്കും. ആ സമയത്ത് നമ്മൾ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായം കൂടി അവർ പറയാറുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ അതാണ് തന്നെ നമ്മുടെ ഈ intervention ബ്ലീഡിങ് മുഴുവൻ വരുന്നത്. വലിച്ചെടുത്ത് ശരി. കാഴ്ച നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ശരി. ഇനി നമുക്കപ്പോൾ ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ പല സ്റ്റേജസ് ഉണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിനൊരു സാമാന്യമായിട്ട് ഹോളിസ്റ്റിക് ലെവലിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇതിന് അതായത് നമ്മളിപ്പോൾ കണ്ണ് നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഭാഗമാണ്. അതെ. അതുകൊണ്ട് തന്നെ ഈ കണ്ണിലെ ചെറിയ രക്തക്കൊഴലുകളെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്. ഈ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന രക്തം തന്നെയാണ് കണ്ണിലെ ബാധിക്കുന്നത്. രക്തക്കൊഴലുകളിലൂടെയും പോകുന്നത്. അതെ, അതെ. അതുകൊണ്ട് രക്തത്തിലുണ്ടാവുന്ന ദുഷ്ടി തന്നെയാണ് ഈ രക്തക്കൊഴലുകളുടെ കേടുകൾക്കും കേടുകൾക്കും കാരണമാവുന്നത്. കാരണം അത് നമുക്ക് പലപ്പോഴും ഒ പിയിൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതെ. കണ്ണിനെ കാണിക്കാൻ രോഗി വരുമ്പോൾ ഡോക്ടർ എന്തിനാ വയറിന് മരുന്ന് എഴുതുന്നത്, ഡോക്ടർ എന്തിനാ ശോധനയെ കുറിച്ച് ചോദിക്കുന്നത്, നമ്മൾ വളരെ കോമൺ ആയി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, അതെ, അതെ. അപ്പൊ അവിടെയാണ് ഈ നമ്മുടെ ശരീരത്തിൽ ഈ ക്രോണിക് ആയിട്ട് രക്തത്തില് പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കണു, അത് സർക്കുലേഷനിൽ പോണു, അതന്നെ കണ്ണിലെ ചെറിയ കുഴലുകളെ ബാധിക്കുമ്പോഴാണ് അവിടെ റെറ്റിനോപ്പതി ആവുന്നത്. അതെ, അതെ. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ ഫുൾ ശരീരത്തിലും പ്രമേഹം അഡ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതെ. കണ്ണിനെ മാത്രം ചികിത്സിച്ച് വിടാൻ പറ്റില്ല. പറ്റില്ല. പലപ്പോഴും ആയുർവേദ ട്രീറ്റ്മെന്റ് ഒരു ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് ഉൾക്കൊള്ളുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശരീരത്തിന്റെ ഭാഗമായിട്ട് കണ്ണിനെ കാണണം. അതെ, അതെ. അപ്പോഴാണ് നമുക്ക് ട്രീറ്റ്മെന്റ് അതെ. സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അതെ, മറ്റ് പല സിസ്റ്റങ്ങളിലും ഇപ്പോൾ കണ്ണാണ് എന്നുണ്ടെങ്കിൽ കണ്ണിനെ മാത്രം കേന്ദ്രീകരിച്ച് ചികിത്സ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ കഴിയില്ലല്ലോ. കഴിയും. അത് കാരണം അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് പോലെ എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയാം. ശരി. അതുകൊണ്ട് തന്നെ ഈ കഫപിത്ത ശമനം, ഉം. അതുപോലെ തന്നെ രക്തദുഷ്ടി കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കണ്ണുകളിലെ രക്തക്കൊഴലുകളെ ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് കഫപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കുന്നതും അതുപോലെ തന്നെ രക്തദുഷ്ടിയെ ശമിപ്പിച്ച് രക്തശുദ്ധി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള മരുന്നുകളാണ് അകത്തേക്ക് കഴിക്കാൻ അപ്പൊ ഈ കൊടുക്കുന്നത്. രക്തത്തിന്റെ ക്വാളിറ്റി, കൺസിസ്റ്റൻസി, അതിന്റെ ഒരു സാന്ദ്രത, അതിനെയൊക്കെ ക്രമീകരിക്കുന്ന പോലെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് മരുന്നുകൾ കൊടുക്കുന്നത്. അതെ അതെ, ഈ രക്തത്തിനെ ശുദ്ധീകരിക്കുന്നത് ആയിട്ടുള്ള ചികിത്സകൾ കൂടി ഇതിനൊപ്പം നമുക്ക് ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട് ചികിത്സിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിക്ക് വിരേചനം കൊടുക്കുക അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആയിട്ട് വയറിളക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു. അതെ, വിരേചന ചികിത്സ ഇതിൽ വളരെ പ്രധാനമാണ്.